ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ആൻസർ കീ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് നടന്ന ക്രിസ്മസ് എക്സാം, അതായത് ഹാഫ് ഇയർലി എക്സാം, സെക്കൻഡ് ടേം എക്സാം, ഈ ഹാഫ് ഇയർലി എക്സാം ക്രിസ്മസ് എക്സാമിൻ്റെ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ് നമ്മളിന്ന് നോക്കുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. എല്ലാ സബ്ജക്ട്സിൻ്റെയും ആൻസർ കീ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏതാണ് ആദ്യം വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് നോക്കാം. സോഷ്യൽ സയൻസ് ആണ്, ക്ലാസ് 9, 2.5 മണിക്കൂറായിരുന്നു സമയം, 80 മാർക്കാണ്. നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് അധികം ഞാൻ വായിക്കില്ല, ആൻസേഴ്സ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം. ആദ്യം, ഹു വാസ് ദ എക്സ്പോണന്റ് ഓഫ് സാംഖ്യ, വൺ ഓഫ് ദ 6 സിസ്റ്റംസ് ഓഫ് ഫിലോസഫി എക്സിസ്റ്റഡ് ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്. അപ്പോൾ ഒന്നാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, കപില ആണ്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് 1ഉം 3ഉമാണ്. ഒന്നെന്താ? എക്സ്റ്റെൻസ് ഫ്രം കന്യാകുമാരി ഇൻ ദ സൗത്ത് ടു ഗുജറാത്ത് ഇൻ ദ നോർത്ത്. തേർഡ്, ആനമുടി ദ ഹയസ്റ്റ് പീക്ക് ഇൻ പെനിൻസുലർ ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദിസ് മൗണ്ടൻ റേഞ്ച്. അപ്പോൾ വെസ്റ്റേൺ ഘട്ടിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഇതാണ് റൈറ്റ് ആയിട്ടുള്ളത്, 1ഉം 3ഉം. നെക്സ്റ്റ് വരുന്നത്, മൂന്നാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദ ടെന്യൂർ ഓഫ് ഓഫീസ് ഓഫ് ദ മെമ്പേഴ്സ് ഈസ് 5 years. 4, which among the following is a challenging factor for human capital formation? ഡി, അൺഎംപ്ലോയ്മെൻ്റ് ആണ് ആൻസർ. നാലാമത്തെ ആൻസർ വരുന്നത് സി ആണ്. അത് A2, അതായത് ബൃഹത് സംഹിത എന്ന് പറയുന്നത് 2, വരാഹമിഹിരയുടെ ആണ്. അമരകോശം അമരസിംഹ ആണ്. അതുപോലെ കുമാര സംഭവ പറയുന്നത് കാളിദാസ ആണ്. ത്രികണ്ഠി ആണ് D1, ഭർതൃഹരിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ മാച്ചിങ് വരുന്നത്. സി ആണ് ആൻസർ. നെക്സ്റ്റ്, ആറാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്. ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ ആറാമത്തെ ആൻസർ ഓപ്ഷൻ ബി. ഏഴാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, ആവറേജ് പോപ്പുലേഷൻ പെർ സ്ക്വയർ കിലോമീറ്റർ ഏരിയ. ദെൻ എട്ടാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വൺ ഓൺലി. ഫസ്റ്റ് വൺ സ്റ്റേറ്റ്മെന്റ് വൺ ഓൺലി ഈസ് കറക്റ്റ്. അതായത് ദ ബൗണ്ടറി ലൈൻ സെപ്പറേറ്റിംഗ് 2 watersheds ഈസ് കോൾഡ് വാട്ടർ ഡിവൈഡ്. അത് മാത്രമാണ് ശരി. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ആൻസേഴ്സ് 8 എണ്ണത്തിൻ്റെ. ഇനി 9 നോക്കാം. കംപ്ലീറ്റ് ദ ചാർട്ട് റിലേറ്റഡ് ടു ലാൻഡ് ഗ്രാൻസ് ആണ്. ഡിഫറൻസസ് ഇൻ ലാൻഡ് ഗ്രാൻസ്, ശതവാഹനാസ്. അടുത്ത ബോക്സിൽ എന്ത് വരും? ഗുപ്താസ് ആണ് കേട്ടോ. ശതവാഹനാസ് ഇപ്പുറത്ത് എ, ഗുപ്താസ് ആണ്. ഈ ബി കോളത്തിൽ റൈറ്റ് ടു ദ റിസോഴ്സസ് ഓഫ് ദ ലാൻഡ് ഓൺലി വാസ് ഗിവൺ ആണ് ശരിയായിട്ട് ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, അത് അല്ലെങ്കിൽ 9A അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ബി ക്വസ്റ്റ്യൻ ഓറാണ്. അപ്പോൾ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ചന്ദേലാസ് ആണ്, ചന്ദേലാസും. അതുപോലെ ബിയുടെ ആൻസർ ദ ആനിമൽ സ്കിൻ ടാനസ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്തെടുക്കുക. അടുത്തത് 10 ആണ്. ഇറാഡിക്കേഷൻ ഓഫ് പോവേർട്ടി ഈസ് എസെൻഷ്യൽ ഫോർ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. സബ്സ്റ്റാൻഷിയേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ആൻസേഴ്സ് ആയിട്ട് നോക്കാം. 10ാമത്തതിൻ്റെ ആൻസർ, ബിക്കോസ് പോവേർട്ടി ലീഡ്സ് ടു ലോ ഇൻകം, ലോ പർച്ചേസിംഗ് പവർ, സ്കാർസിറ്റി ഓഫ് ഫുഡ്, മാൽ ന്യൂട്രീഷൻ, ലാക്ക് ഓഫ് ആക്സസ് ടു എഡ്യൂക്കേഷൻ, ക്രോണിക് ഇൽനെസ്, ഹൈ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ലോ ലൈഫ് എക്സ്പെക്റ്റൻസി, ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ഡിപ്പെൻഡൻസ്, ലോ പ്രൊഡക്ടിവിറ്റി, ലാക്ക് ഓഫ് കപ്പാസിറ്റി ടു വർക്ക്. ഇതെല്ലാം ഹ്യൂമൻ ക്യാപിറ്റൽ ഇറാഡിക്കേഷൻ ഓഫ് പോവേർട്ടി ഈസ് എസെൻഷ്യൽ അല്ലേ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അടുത്ത 11ാമത്തെ ആൻസർ രാജ്യസഭയുടെ ഫീച്ചേഴ്സ് ആണ്. അപ്പർ ഹൗസ് ഓഫ് ദി ഇന്ത്യൻ പാർലമെന്റ് ആണ്. അപ്പർ ഹൗസ് എന്ന് അറിയപ്പെടുന്നു. ഏജ് ഫോർ കോൺടെസ്റ്റ് 30 years ആണ്. പെർമനന്റ് ഹൗസ് ആണ്. ഇലക്റ്റഡ് ബൈ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. ടേം ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് 6 വർഷമാണ്. ചെയർമാൻ ആരാണ്? വൈസ് പ്രസിഡന്റ് ആണ്. ഇനി ഡെക്കാൻ ട്രാപ്പ് 12ാമത്തതിൻ്റെ ആൻസർ, ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ ഡെക്കാൻ പ്ലാറ്റു ഈസ് കമ്പോസ്ഡ് ഓഫ് ലാവ റോക്സ് കോൾഡ് ബസാൾട്ട്. ദിസ് റീജിയൻ ഈസ് കോൾഡ് as ഡെക്കാൻ ട്രാപ്പ്. ഇറ്റ് ഈസ് ഫോംഡ് ത്രൂ വോൾക്കാനിക് ഇറപ്ഷൻ. ബ്ലാക്ക് സോയിൽ ഈസ് മേജർ സോയിൽ ടൈപ്പ് ഹിയർ. കോട്ടൺ കൾട്ടിവേഷൻ ഈസ് സീൻ. 13,
റിജിഡ് അമെൻമെന്റ് ആണ്. എ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെന്റ് ഈസ് റിക്വയർഡ് ടു മേക്ക് അമെൻമെന്റ്സ്. എക്സാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. 13ന്റെ ആൻസർ ആണ് വായിച്ചത്. ഇനി 14 വിമൺ പ്രൊട്ടക്ഷൻ ഓഫ് വിമൺ എഗൈൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2025. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ആൻസർ ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് വിമൺസ് എഗൈൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. Protection of Women Against Domestic Violence Act came into force in India on 26 October 2006. This law protects women from violence by their life partners or relatives. The broad definition of domestic violence includes all activities that insult women or cause them danger. This law assures protection, boarding and financial help to women who are victims of domestic violence. 15ാമത്തെ ആൻസർ ആണ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ. 2 തരത്തിലുള്ള മൈഗ്രേഷൻസ് ഉണ്ട്. ഇന്റേണൽ ഉണ്ട്, എക്സ്റ്റേണലും. ഇന്റേണൽ മൈഗ്രേഷൻ, ഇവിടെ നമുക്ക് ചോദ്യം എന്താ, ഗസ്റ്റ് വർക്കേഴ്സ് ആർ കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെന്റ്. ഏത് ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ ആണ് ഇതെന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ കേരളത്തിലേക്ക് വന്നിട്ട് വേറെ സ്റ്റേറ്റിൽ നിന്ന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഏത് മൈഗ്രേഷനാണ്? ഇന്റേണൽ മൈഗ്രേഷൻ ആണ്. മൈഗ്രേഷൻ വിത്തിൻ എ കൺട്രീസ് ബോർഡർ, അത് ഒരു രാജ്യത്തിന്റെ ബോർഡറിന്റെ ഉള്ളിൽ തന്നെയല്ലേ നടക്കുന്നത്, അതുകൊണ്ട് അത് ഇന്റേണൽ മൈഗ്രേഷൻ ആണ്. എക്സാമ്പിൾ പീപ്പിൾ ഓഫ് കേരള ഗോയിങ് ടു അതർ സ്റ്റേറ്റ്സ് ഒക്കെ വരും. ഇനി അശോകന്റെ ധർമ്മത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. 16ാമത്തെ ആൻസർ ആണ്. ദ ഐഡിയാസ് പ്രൊപ്പഗേറ്റഡ് ബൈ എംപറർ അശോക ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് കോ എക്സിസ്റ്റൻസ് എമംഗ് ഹിസ് സബ്ജക്ട്സ് ആർ നോൺ as അശോകാസ് ധർമ്മ. ബി ടോളറന്റ് ടു അതർ റിലിജിയൻസ്, റെസ്പെക്ട് എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, ബി കൈൻഡ് ടു സ്ലേവ്സ് ആൻഡ് ദ സിക്ക്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. 17ാമത്തിന്റെ ആൻസർ വായിക്കാം. Favorable condition like black soil in the Deccan Plateau persist in the Deccan Plateau region. Tropical climate and long crushing. Comparatively high sucrose content in the tropical variety of sugarcane. Largest sugarcane producing state in India, Uttar Pradesh. അപ്പോൾ ഇവിടെ ചോദ്യം എന്തായിരുന്നു? The most favorable condition for sugarcane cultivation persists in the Deccan Plateau region, even though the northern plains dominates in the area of cultivation. അതായത് ഏറ്റവും കൂടുതൽ കൾട്ടിവേഷൻ നടക്കുന്നത് നോർത്തേൺ പ്ലെയിൻസിലാണ്, എന്നിട്ട് പോലും ഡെക്കാൻ പ്ലാറ്റ്യൂവിലാണ് ഷുഗർ കെയിൻ കൾട്ടിവേഷന് ഏറ്റവും സൂട്ടബിൾ കണ്ടീഷൻ ഉള്ളത്. എന്തുകൊണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ റീസൺ നമ്മൾ പറഞ്ഞതുപോലെ ബ്ലാക്ക് സോയിൽ ഉണ്ട് അവിടെ നന്നായിട്ട്, അല്ലേ? അത് തന്നെയാണ് കാരണം. ഉത്തർപ്രദേശാണ് ഷുഗർ കെയിൻ, കരിമ്പ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്. ഇനി 18 മെൻഷൻ ദ ലോ പാസ്ഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ദോസ് വർക്കിംഗ് ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ. അപ്പോൾ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ഇവാലുവേറ്റ് ദ റോൾ ഓഫ് ദിസ് ലോ ഇൻ എൻഷുറിംഗ് ദ സേഫ്റ്റി ഓഫ് വർക്കേഴ്സ് ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ്. അപ്പോൾ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ കുറേ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കാം. എന്തൊക്കെയാണ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ്? അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട്, അതേപോലെ തന്നെ അത് 2008 This law empowers central and state governments to implement various policies to ensure health care of unorganized workers. Maternity benefits ഉണ്ട്. Maternity benefits പിന്നെ എന്തൊക്കെയാ? Maternity benefits, old age protection, education, housing and various social security benefits. The Code on Social Security 2020 അതൊരു ആക്ട് ആണ് കേട്ടോ. The Code on Social Security 2020. The Code on Social Security 2020 was formed in 2020 by giving importance to the measures that ensure social security of the employees under organized and unorganized sectors. This law confers various benefits on the self-employed, housekeepers, daily wage workers, workers from other states and GIG platform workers, various grants given to physically and mentally challenged workers.
accident insurance, maternity benefit, free medical benefits and old age protection come under the ambit of this law. അപ്പോൾ ഇതെല്ലാം ഈ നിയമത്തിൻ്റെ അണ്ടറിൽ വരും. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കുള്ള നിയമങ്ങളാണ് കേട്ടോ. ഇത് 2008-ലും 2020-ലും പാസ്സാക്കിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 18ാമത്തെ ആൻസർ. ഇനി നമുക്ക് 19 ആണ്. 19 എന്താണ് ആൻസർ? Although most of the land grants were received by the Brahmins, gradually other sections also started receiving land as grant. Thus it led to spread of agriculture. Uncultivated areas were made suitable for agriculture. The new social system provided sufficient labor force for agriculture. The knowledge of Brahmins about agriculture, technology and climate. 20ാമത്തെ ഇമ്പോർട്ടൻസ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ആണ്. നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻസ്. ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ കൺട്രി, ക്യാൻ ആസസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, can help the government plan and implement various projects, can compare the economic status of countries. 21 എന്താ? വാട്ട് പ്രോബ്ലംസ് അറൈസ് വെൻ ദ പോപ്പുലേഷൻ ഇൻക്രീസസ്. അപ്പോൾ നമ്മുടെ ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും എന്നുള്ളതാണ്. പോവേർട്ടി ആവില്ലേ, ദാരിദ്ര്യം, അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ്, സ്റ്റാർവേഷൻ, മാൽന്യൂട്രീഷൻ, പിന്നെ മൈഗ്രേഷൻ. ഇതിൽ അൺഎംപ്ലോയ്മെൻറ്റ്, സ്റ്റാർവേഷൻ, മാൽന്യൂട്രീഷൻ വേറെ വേറെ പോയിന്റുകളാണ് കേട്ടോ. അതെല്ലാം കൂടി ഒരുമിച്ച് എഴുതിയെന്നേ ഉള്ളൂ, വേറെ വേറെയാണത്. കാണിച്ചു തരാം. ഇവിടെ പോവേർട്ടി, അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഒരു പോയിന്റാണ്. സ്റ്റാർവേഷൻ, മാൽന്യൂട്രീഷൻ, മൈഗ്രേഷൻ, ക്വാളിറ്റി ഓഫ് ലൈഫ്, മൈഗ്രേഷൻ കഴിഞ്ഞിട്ടൊരു ആരോ ഇടുക, ക്വാളിറ്റി ഓഫ് ലൈഫ്, ഫുഡ് ഷോർട്ടേജ്, ക്രിയേറ്റിംഗ് ക്രൈസിസ് ഇൻ ദ ഹെൽത്ത് സെക്ടർ. അപ്പോൾ ഇത്രയും പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ്. ഇത് പോയിന്റ് പോയിന്റായിട്ട് എഴുതിയാൽ മതി കേട്ടോ. അടിയിലേക്ക് പോവർട്ടി ഉണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ്, സ്റ്റാർവേഷൻ, മാൽന്യൂട്രീഷൻ എല്ലാം ഓരോരോ പോയിന്റുകളാണ്. മൈഗ്രേഷൻ സംഭവിക്കും, ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയും, ഫുഡ് ഷോർട്ടേജ് വരും, ക്രിയേറ്റിംഗ് ക്രൈസിസ് ഇൻ ദ ഹെൽത്ത് സെക്ടർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 22ാമത്തെ ആൻസർ ആണ്. ബാബറിനെ കുറിച്ചിട്ട്. വിഡ്ത്ത് അപ്രോക്സിമേറ്റ്ലി 8 to 10 കിലോമീറ്റർ ആണ്. റണ്ണിംഗ് പാരലൽ ടു ദ ഷിവാലിക് മൗണ്ടെയിൻ റേഞ്ച് അറ്റ് ദ ബ്രേക്കപ്പ് ഓഫ് ദ സ്ലോപ്പ്, സിറ്റുവേറ്റഡ് ടു ദ സൗത്ത് ഓഫ് ഷിവാലിക് മൗണ്ടെയിൻ റേഞ്ച് അലോങ് ഇറ്റ്സ് ഫൂട്ടിൽസ്, ഫോംഡ് ബൈ ദ ഡിപ്പോസിഷൻ ഓഫ് റോക്സ് ആൻഡ് ബോർഡേഴ്സ് brought by rivers flowing from the mountains. The rivers flowing through this region are not visible as they flow beneath the rocks and boulders. Okay. അടുത്തത് 23 ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്താണെന്നാണ്. വില്ലിംഗ് ടു വർക്ക് ബട്ട് അൺഎംപ്ലോയിഡ് ആണ്. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്ഡ് 3 തരത്തിലാണ് അൺഎംപ്ലോയ്മെന്റ് ഉള്ളത്. ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറായിട്ടും ജോലി ഇല്ലാത്ത അവസ്ഥ. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ആണ്. ജോബ് ലോസ് ഡ്യൂ ടു ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. എ കണ്ടീഷൻ വെർ മോർ ദാൻ ദ നമ്പർ ഓഫ് ലേബേഴ്സ് റിക്വയർഡ് ആർ എംപ്ലോയ്ഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ് വിതൗട്ട് എനി ചേഞ്ച് ഇൻ ടോട്ടൽ ഔട്ട്പുട്ട്. ഇനി 24 ആണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ഹ്യൂമൻസ് ടു ബിഗിൻ അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ആളുകൾ പണ്ട് മനുഷ്യന് അഗ്രികൾച്ചർ കൃഷി സ്റ്റാർട്ട് ചെയ്യാനും മൃഗങ്ങളെ ഇണക്കി വളർത്താനും പ്രേരിപ്പിച്ച ഫാക്ടേഴ്സ്? പോപ്പുലേഷൻ ഗ്രോത്ത്, അതേപോലെ ആൻ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ്സ്, കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻ, ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ്, ചേഞ്ച് ഇൻ ടെക്നോളജി. 25 differences in factors such as elevation, topography and climate create regional variation in the natural vegetation of the Himalayan ranges. Substantiate. അപ്പോൾ ഹിമാലയൻ മലനിരകളുടെ ആണ് നമ്മുടെ ചോദ്യം. ആൻസർ നോക്കാം. ഡിഫറൻസസ് ഇൻ ഫാക്ടേഴ്സ് ലൈക്ക് എലിവേഷൻ, topography, soil type and climate led to regional variation in natural vegetation in the Himalayan terrain. As the average annual rainfall received is about 200 cm, more tropical evergreen vegetation is found in the eastern Himalayas and the northeastern hills. Temperature decreases with altitude and the corresponding change is also visible in the natural vegetation of the Himalayan mountain region. Depending on the changes in the altitude, a spectrum of natural vegetation from evergreen forest to the vegetation type of the cold climate such as tundra can be found here. Semi-evergreen and deciduous forests are seen in the valleys and the lower mountain slopes. Moist deciduous forests are seen at altitudes ranging from 1000 to 2000 meters. Coniferous tree varieties such as pine and deodar grow more along the
mountain slopes. Shrubs such as junipers and rhododendrons grow at higher altitudes, whereas in the highest altitude, alpine meadows are seen. 26 എയും ബിയും ഉണ്ട് 26-ൽ. നമുക്ക് ആദ്യം എ നോക്കാം. എ പേഴ്സൺസ് ലൈഫ് എക്സ്പെക്ടൻസി ഈസ് എൻ എസ്റ്റിമേറ്റ് ഓഫ് കേരള ഹാസ് ഹയർ ലൈഫ് എക്സ്പെക്ടൻസി ദാൻ അതർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലാണ് അല്ലേ? അത് ഈ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യണം. ഇന്ത്യയിലല്ല, കേരളത്തിൽ. ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ദ ഹൈ ലൈഫ് എക്സ്പെക്ടൻസി റേറ്റ് ഇൻ കേരള: ഹൈ ലിറ്ററസി റേറ്റ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ, decentralized public health policy, cleanliness, food availability and public distribution. അടുത്തത് 26-ന്റെ ബി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ഡെമോഗ്രാഫിക് ഡിവൈഡ് ആൻഡ് മെൻഷൻ ദി അഡ്വാൻറ്റേജസ്. അപ്പോൾ എ ഡിക്രീസ് ഇൻ ഡിപ്പെൻഡൻസി റേഷ്യോ ലെഡ്സ് ടു എക്കണോമിക് പ്രോഗ്രസ് ഓഫ് ദ കൺട്രി. Number of employed people to be more than the number of unemployed among the working age population. This is called demographic gift or demographic dividend. Advantages എന്താ? The socio-economic progress of the country increases, productivity of the country increases, country enjoys high human resources development. To reap the full benefits of the demographic dividend, the youth need better job opportunities. അടുത്തത് 27 നമുക്ക് അനലൈസ് ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് GVA ഷെയർ ഓഫ് ദ സർവീസ് സെക്ടർ ഇൻ 1982-83 ചോദിച്ചിട്ടുണ്ട്. രണ്ടെന്താ? കമ്പയർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ടു GVA ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് 2022-23 ചോദിച്ചിട്ടുണ്ട്. എ അല്ലെങ്കിൽ ബി ചെയ്യാൻ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെയും നമുക്കൊരു ഗ്രാഫാണ്. വാട്ട് വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ടു GSVA ഇൻ 2020-21. Compare the contribution of different sectors of GSVA during the period of 2022-23. അപ്പോൾ 27 എ നോക്കാം. 27 എയുടെ ആൻസർ, എയിലെ ഫസ്റ്റ് ആൻസർ വരുന്നത് 33%. രണ്ടാമത്തെ ആൻസർ വരുന്നത് ഷെയർ ഓഫ് പ്രൈമറി സെക്ടർ 17%, സെക്കൻഡറി സെക്ടർ 28%, ടെറിഷറി സെക്ടർ 55% ആണ്. ഇനി 27-ൽ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, ബി. അതിൻ്റെ ആൻസർ ആണ് അനലൈസ് ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദി ഫോളോയിങ്ങിൽ. വാട്ട് വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ടു ദ GSVA ഇൻ 2020-21 ചോദിച്ചാൽ 10.11 ആണ്, 10.11 ആണ്. രണ്ടാമത്തേന് ആൻസർ കമ്പയർ ദ കോൺട്രിബ്യൂഷൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ടു GSVA ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് 2022-23. ഷെയർ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ 8.98% ആണ് കേട്ടോ. ഇതെല്ലാം പെർസെൻറ്റേജിലാണ്. ദിസ് ഇസ് ഓൾസോ പെർസെൻറ്റേജിലാണ്, ഇതും പെർസെൻറ്റേജിലാണ്. ആൻഡ് 8.98 പെർസെൻറ്റേജിലാണ്. അഗ്രികൾച്ചർ സെക്ടർ 8.98, ഇൻഡസ്ട്രിയൽ സെക്ടർ 28.4% ആണ്. സർവീസ് സെക്ടർ 62.62% ആണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് 28-ാമത്തെ ആൻസർ, ദെൻ 29, 30, 31 ഉണ്ട്. ഇതിൽ 28 എന്താ? മാർക്ക് ആൻഡ് ലേബൽ ദ ജിയോ ഇൻഫർമേഷൻ മെൻഷൻ ബിലോന്റെ ഔട്ട്ലൈൻ ഓഫ് ഇന്ത്യ ആണ്. നമുക്ക് ABCD തന്നിട്ടുണ്ട്. ഇത് ഇന്ത്യൻ മാപ്പിൽ മാർക്ക് ചെയ്യാനാണ്. 29A വരുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഫങ്ഷൻസ് ആണ്. അതിൽ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, ബി. അത് വരുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ ആണ് ടോപ്പിക് വരുന്നത്. അപ്പോൾ 28ഉം 29ഉം നമുക്ക് ആദ്യം നോക്കാം. 28 നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പ് ഉണ്ടാവും, അതിൽ നിങ്ങൾ മാർക്ക് ചെയ്യണം. നമ്മൾ റിവർ ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം മുൾത്തായി ആൻഡ് ഫ്ലോസ് ത്രൂ ദ സ്റ്റേറ്റ്സ് ഓഫ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത് ആണെങ്കിൽ താപ്തിയാണ്, ആ നദിയാണ് ഇങ്ങനെ ഒഴുകുന്നത്. ബി റെസിഡ്വൽ മൗണ്ടെയിൻ റേഞ്ച് വോൺ ഡൗൺ ബൈ ലോങ് ടേം ഇറോഷൻ ആൻഡ് വിച്ച് ഇസ് സിറ്റുവേറ്റഡ് ടു ദി ഈസ്റ്റ് ഓഫ് താർ ഡെസേർട്ട്, ആരവല്ലി ആണ്. ദെൻ നിങ്ങൾക്കറിയാം ഹൈദരാബാദ് സിറ്റി നമ്മൾ മാർക്ക് ചെയ്യണം മാപ്പിൽ. പിന്നെ പ്ലാറ്റ്യൂ സിറ്റുവേറ്റഡ് ടു ദി ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദി സെൻട്രൽ ഹൈലൻഡ്സ്, ഛോട്ടാ നാഗ്പൂർ ആണ്. ഇത്രയും നമ്മളത് മാർക്ക് ചെയ്യണം. കണ്ടല്ലോ, ഇതുപോലെയാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ആരവല്ലി കാണിച്ചിട്ടുണ്ട്. ആരവല്ലി രാജസ്ഥാനിലാണ്. അപ്പം നമ്മളിതാ ഇവിടെയാണ് ആരവല്ലി കാണിച്ചിരിക്കുന്നത്. ആരവല്ലി, ഇതാണ് ആരവല്ലി. ദെൻ താപ്തി ഒഴുകുന്നത് കാട്ടിയിട്ടുണ്ട് മധ്യപ്രദേശ് ആ സ്ഥലങ്ങളിലൂടെയൊക്കെ, അത് ഇവിടെ വരും. പിന്നെ ഹൈദരാബാദ് സിറ്റി ഇവിടെയാണ് കേട്ടോ, ഇതാണ് ഹൈദരാബാദ് സിറ്റി. പിന്നെ ഇതാ ഇവിടെയായിട്ട് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി കാണിക്കുക, ഛോട്ടാ നാഗ്പൂർ.
ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. എവിടെയാണെന്ന് നോക്കിയിട്ട് ഇന്ത്യ മാപ്പിൽ നിങ്ങളത് മാർക്ക് ചെയ്യുക. അടുത്തത് ഫങ്ഷൻസ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വായിക്കാം. ടു കണ്ടക്ട് ഇൻക്വയറീസ് ഓൺ കംപ്ലൈൻറ്റ്സ് റിലേറ്റഡ് ടു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, ബിക്കം എ പാർട്ടി ടു കോർട്ട് പ്രൊസീഡിംഗ്സ് ഇൻ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ദ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ടു വിസിറ്റ് ജയിൽസ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻ ഫോർ റീഫോംസ്, ടു ഇവാലുവേറ്റ് ദ ഫങ്ഷനിങ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ സിസ്റ്റംസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് human rights and give suggestions, analyze the international agreements and declaration regarding human rights and take appropriate steps. അടുത്തത് ഇനി നമുക്കൊരു സെമിനാർ പ്രസൻറ്റേഷൻ ആണ് ഓൺ ദ ഫങ്ഷൻസ് ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ ആണ്. വനിതാ ദിനത്തിൽ നമ്മൾ തയ്യാറാക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ പ്രസൻറ്റേഷൻ നോക്കാം. ഗുഡ് മോർണിംഗ് ഓൾ. നാഷണൽ വിമൻസ് കമ്മീഷൻ വിച്ച് വാസ് സെറ്റ് ഇൻ 1992 January 31. The most important function of National Women's Commission is to intervene in the various issues faced by women in society and to suggest legal solution. The National Women's Commission is equipped with extensive powers for the protection, equality and rights of women, submit proposals for legislation to protect women's rights, activities for ensuring gender justice, give suggestions to eliminate inequality and discrimination faced by women. ഇത് 29B ആണ് കേട്ടോ. ഓർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് 29A അല്ലെങ്കിൽ 29B ആണ്. ഞാൻ 2 ആൻസറും കൊടുത്തുന്നേ ഉള്ളൂ. ഇനി 30ാമത്തെ ചോദ്യം 30Aയും Bയും ഉണ്ട്. 30A, ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം ബ്രോഡ് ചേഞ്ചസ് ഇൻ ദ സോഷ്യോ കൾച്ചറൽ ലൈഫ് ഓഫ് സൗത്ത് ഇന്ത്യ. ഇവാലുവേറ്റ് ആണ്, വായിക്കാം. ഗ്രാൻഡിങ് ഓഫ് ലാൻഡ് ടു ദ ബ്രാഹ്മിൻസ് ലെഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. ബ്രാഹ്മിൻസ് നോളജ് ഓഫ് അഗ്രികൾച്ചർ ടെക്നോളജി ആൻഡ് ക്ലൈമറ്റ് ഹെൽപ്ഡ് ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ. Kings and local administrative bodies encouraged agriculture by building reservoirs and maintaining irrigation facilities. Surplus production in agriculture led to the progress of trade. Maritime trade flourished along with the internal trade. Expansion of agriculture, growth of trade and a variety of crafts land gifted became the sources of revenue. People had to pay for the produce as a land tax. Okay. ഫീച്ചേഴ്സ് ഓഫ് ദ്രവീഡിയൻ ആർക്കിടെക്ചർ ആണ് അടുത്തത്. ദ്രവീഡിയൻ ആർക്കിടെക്ചറിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? Dravidian style prevailed in South India. Huge mandabas was the chief characteristics of the Dravidian architecture. Have certain specific features. They are Sri Kovil or Garbhagriha. Vimana, the top portion of the temple building. Shikara, the top portion of the Vimana. Mandapa and Pradakshana Pada. Gigantic entrance gateways, tall gopuras, carved elephants, horses and dragon faces. In decorative styles are the characteristic features of Dravidian style. Pallavas were the first to prove excellence in Dravidian architecture. Example, temples at Mahabalipuram ആണ് ട്ടോ. temples at ഇത് വേണ്ട, മഹാബലിപുരം മതി. ദ്രവിഡിയൻ ആർക്കിടെക്ചറിന് ഒരു എക്സാമ്പിൾ ആണ് മഹാബലിപുരം. Next 31 ആണ്. Give an account of 2 major geographical division of Thar Desert. Marustali is a vast sandy expanse with a few outcrops of bedrock. The bedrock is composed of gneiss, schist and granites. The bedrock in this region indicate that it is the northwestern extension of the peninsular plateau. The average elevation of this region is between 200 and 250 meters above mean sea level ആണ്. ഇവിടെ ഈ എം വേണ്ട കേട്ടോ, ഒരു ആവറേജ് സീ ലെവൽ ആണത്. In general, the eastern part of the Marustali is rocky while its western part is covered by shifting dunes locally known as drain. Rajasthan Bagar ആണ് അടുത്ത പോയിന്റ്. The eastern part of the Thar Desert up to the Aravalli range is a semi-arid plain known as the Rajasthan Bagar. The region is drained by several short seasonal rivers originating from the Aravalli. These rivers make agriculture possible in some patches of fertile tracts called Rohi. The most significant river in this area is the Luni, which is a seasonal river that flows towards the Rann of Kutch.
The sandy plain to the north of the Luni river is called Tali. Okay. or question ഉണ്ട് ബി അതാണ് വായിക്കുന്നത്. Explain the role of the climate in the formation of Thar Desert. Severe summer and scanty rainfall is the reason for the formation of Thar Desert. അപ്പോൾ സമ്മർ സീസണിൻ്റെ ഫീച്ചേഴ്സ് എന്താ? വെരി ഹോട്ട് ആൻഡ് ഡ്രൈ ബിഗിൻസ് ഇൻ മാർച്ച് എൻഡ്സ് ബൈ ജൂൺ. ദ ഡേ ടൈം ടെമ്പറേച്ചർ ഇൻക്രീസസ്. ദ അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി ഈസ് വെരി ലോ. Hot winds called Lu and dust winds are characteristic features. Rainfall in western part of Rajasthan is very scanty throughout the year. The southwest monsoon winds passes parallel to the Aravalli mountains without entering the interior parts of Rajasthan, receiving very low rainfall. The movement of the Bay of Bengal branch checked by the Aravalli mountains, so do not receive rain. The high rate of evaporation and the arid winds in these areas reduce the possibility of rainfall experienced from July to September. Though the southwest monsoon causes rain, the region experiences comparatively very low annual rainfall, while the eastern part of the Aravalli mountains receives the annual rainfall of about 76.2 cm. The Thar Desert in the west receives an annual rainfall of less than 25 cm. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് ഇംഗ്ലീഷ് മീഡിയംകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.